ഹായ് സ്റ്റുഡൻസ്. നമ്മൾ നമ്മുടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടാമത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, മൂന്ന് പറയുന്ന ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതിൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കും. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഏതാ? ബാക്കി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ മീനിങ്, എന്താണ് അതിൽ അതിൻ്റെ ഓരോ ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നോക്കിയേ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള ബിസിനസ്സിൽ അക്കൗണ്ടിൽ ഏതിനോട് ഈക്വലാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈക്വലാണ്. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഉണ്ടല്ലോ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതിൻ്റെതാണ്? നമ്മൾ ജേണൽ പോലെ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു നമ്മുടെ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റ് എന്നല്ല പറയാം. പ്രോഫിറ്റ് നമ്മൾ 2 വേർഡ് പഠിച്ചു. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് സർപ്ലസ്, അതുപോലെ തന്നെ നമ്മളതിന് ലോസ് ആണെങ്കിൽ നമ്മളതിന് ഡെഫിസിറ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ജസ്റ്റ് വേർഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ബട്ട് ആക്ച്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് സർപ്ലസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ റിവൈസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പീരിയോഡിക്കൽ കൺസെപ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ പീരിയോഡിക്കൽ കൺസെപ്റ്റ്? അതായത് ഈ വർഷത്തിലെ എക്സ്പെൻസും ഈ വർഷത്തിലെ ഇൻകം മാത്രമാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനും സെയിം കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇവിടെ ലെസ്, ഇവിടെ റെന്റിന്റെ കേസിലാണ് പെയ്ഡ് ഫോർ ലെസ് ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം റെന്റിൽ. പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് കുറച്ച് കുറക്കണം. ആഡ് ഓൺ ദ കറന്റ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യും വേണം. ആൻഡ് എന്താ പറയുക, ഫോർ അതുപോലെ തന്നെ വേറെ എന്താ, ഫോർ കറണ്ട് ഇയർ പെയ്ഡ് ഇൻ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം പ്രീപെയ്ഡ് ചെയ്തത് ഇതിലൂടെ ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതെല്ലാത്തിൻ്റെ കേസസിലും ബാധകമാണ്. ഒന്നുകൂടെ പറയാം, റെന്റ് എല്ലാ എക്സ്പെൻസും ഇങ്ങനെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇൻകം ഇങ്ങനെ തന്നെ. സപ്പോസ് റെന്റ്, ഇപ്പം നമുക്ക് എന്താ, നമുക്ക് ഈ വർഷത്തിന്റെ ഇത് മാത്രമല്ല, ആക്ച്വലി ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 3 വർഷമുണ്ട്. നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ഫൈനാൻസ് തന്നുണ്ട്. ദിസ് ഈസ് ഫോർ കറണ്ട് ഫൈനാൻസ്. ഇത് മുമ്പത്തെ വർഷം, അതായത് പ്രീവിയസ് ഇയർ. ഇത് വരുന്ന അസസ്മെന്റ് ഇയർ എന്നൊക്കെ ഇതിന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. അതായത് കഴിഞ്ഞ വർഷം. ഇതിപ്പോൾ 2025, ഇത് 2025, ഇത് 2026, ഇത് 2024, 3 വർഷം. ഇപ്പം നമ്മൾ നോക്കിയേ, 2025 നമ്മളുള്ളത്. അപ്പോൾ ഈ വർഷത്തെ റെന്റ് മാത്രം മതി. അപ്പോൾ ചിലപ്പോൾ അപ്പോൾ ഈ വർഷത്തെ റെന്റ് കിട്ടാൻ റെന്റ് എടുക്കുകയാണ്, ആകെ ടോട്ടൽ അടച്ച റെന്റ് എടുക്കുക. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ലെസ് പെയ്ഡ് ഫോർ ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ ഈ വർഷം 2025 ഞാൻ എയിലത്തോട്ടാണ് കേട്ടോ, 2025 2024 റെന്റ് അടച്ചിട്ടുണ്ടോ? അതിൽ കൊടുക്കാനുള്ള പൈസ അങ്ങനെ വെച്ചാൽ അത് എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. കാരണം അത് ഈ വർഷത്തെ റെന്റ് അല്ല, നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ പെയ്ഡ് ഫോർ നെക്സ്റ്റ് ഇയർ, ചിലപ്പോൾ 2026 എപ്പോഴേ അടച്ചിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ അതും കുറക്കും, അത് ഈ വർഷത്തെ അല്ല. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് 2025 അടച്ചിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്യും. ചിലപ്പോൾ ഇനി അതുപോലെ തന്നെ ഫോർ കറണ്ട് ഇയർ പെയ്ഡ് ഇൻ ലാസ്റ്റ് ഇയർ, അതുപോലെ തന്നെ കഴിഞ്ഞതിലും അതുപോലെ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ചിലപ്പോൾ ഈ 2025 കൊടുക്കാത്തതുണ്ടാവും. അപ്പോൾ കൊടുക്കുക 2025. അങ്ങനെ കൊടുക്കാത്തുണ്ടെങ്കിലും അത് എവിടെ തന്നെ കൊടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഇതുപോലെ എല്ലാ എക്സ്പെൻസിലും എല്ലാ ഇൻകത്തിലും ഇത് ബാധകം. അല്ലേ? അഡ്വാൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് നമ്മളതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അത് നോക്കേ. അതുപോലെ തന്നെ ഇൻകത്തിലും ഉണ്ട് ആഡ് ലെസ്, അതൊക്കെ അത് നിങ്ങൾ പഠിച്ചു. എക്സ്പെൻസിന് ഈ റെന്റിൽ ചെയ്യുന്നതിനാണ് എല്ലാ എക്സ്പെൻസിലും ചെയ്യുന്നത്, ഇൻകത്ത് ചെയ്യുന്നതിനും എല്ലാ ഇൻകത്തിലും. പിന്നെ നമ്മളതിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് എങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഇൻകംസ് ആണ് വരുന്നത്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻസും ചെയ്തു തോന്നും.
ഓക്കെ, ഇതാക്കണം നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 1, ഇല്ലുസ്ട്രേഷൻ 2. അപ്പോൾ അതാണ് ഞാൻ. ഇനി നമുക്ക് അടുത്തടുത്തുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഐറ്റം ഇസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പറയാം. നോക്കിക്കോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചില്ലേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരുണ്ടാക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബട്ട് ദർ മേ ബി സർട്ടൻ അത് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്. പക്ഷെ ചില കാര്യങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിൽ വരാത്തതുണ്ടാവും. However, there need to be incorporated in income and expenditure. എങ്ങനെയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഫോൾ ആർ ദ മോസ്റ്റ് കോമൺ അഡ്ജസ്റ്റ്മെന്റ് ടു ബി ക്യാരിഡ് ഔട്ട്. താഴെ പറയുന്നതാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ നോക്കിക്കോ, ഫസ്റ്റ് എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്. കറക്റ്റ് ആണോ? ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ എന്താ പറയാ, നമ്മൾ ഓരോ പ്ലാൻ എടുക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കല് എന്താ പറയുന്നത്, ഇതിനർത്ഥം അവരുടെ എന്താ പറയാ ഓരോരുത്തരും കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സപ്പോസ് 100 ആളുള്ള ഒരു ക്ലബ്ബാണ് വിചാരിച്ചത്. ഈ 100 ആളും ചിലപ്പോ 100 രൂപ വെച്ച് മാസം എടുക്കുന്നുണ്ടാവും. അങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു മാസം 10,000 റുപ്യ അവിടെ ഒരു ഇൻകം ഉണ്ടാവില്ലേ. അപ്പൊ ഈ 100 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധം. ഓക്കെ, കാരണം മെമ്പർ ആയി കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത്. അപ്പോ പക്ഷേ ഇപ്പൊ നമ്മളുടെ ഒരു കലണ്ടർ ഇയർ ആണ് നമ്മൾ വിചാരിച്ചത് 31 ഡിസംബർ. ഇപ്പൊ 2025 ആണല്ലോ പറയുന്നത്. 2025 കുറെ ആൾക്കാർ തരാത്തതുണ്ട്. അപ്പോ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടില് നമ്മൾ ക്യാഷ് തന്നാൽ മാത്രം റെക്കോർഡ് ചെയ്യും. പക്ഷെ ഇത് തന്നിട്ടില്ല, പക്ഷെ തരാനുണ്ട്. അപ്പോ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇൻകം ഏത് വർഷത്തിലെയാ? ഈ വർഷത്തിലെയാണ്. പക്ഷെ തന്നിട്ടില്ല, തരാത്തോണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ വന്നില്ല. അതുകൊണ്ട് നമ്മൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഈ വർഷം തന്നെ, ഇപ്പൊ സപ്പോസ് ഒരാൾ ഇപ്പൊ മറന്നു, ഞാൻ തന്നെ ആയിക്കോട്ടെ, മറന്നു, ഞാൻ 11 മാസത്തെ തന്നു. 11 മാസത്തെ എത്ര, 100 രൂപ വെച്ച് 1100 തന്നു. അപ്പൊ ഈ വർഷം കഴിഞ്ഞു. അപ്പൊ ഈ വർഷം കഴിഞ്ഞു റെസിപ്റ്റ്സ്. അപ്പൊ ഈ 1100 എവിടെ വന്നിട്ടുണ്ടാവും? നമ്മളെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ വന്നിട്ടുണ്ടാവും. റെസീപ്റ്റിന്റെ സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 1100 എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അതിന്റെ ബേസിസിൽ ഉണ്ടാക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 1100 വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ തരാത്ത 12ാമത്തെ മാസത്തെ ഡിസംബറത്തെ മാസത്തെ എനിക്ക് സാലറി ഇട്ടാത്തോണ്ട് എന്തോ ഞാൻ തന്നില്ല, 100 രൂപ തന്നില്ല. അപ്പൊ ഈ 100 രൂപ തരാത്തോണ്ട് ഈ 100 രൂപ ശ്രദ്ധിച്ച് കാണണം, ഈ 100 രൂപ ഇൻകം ആയിട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഈ 100 രൂപ ചിലപ്പോൾ ഞാൻ അടുത്ത കൊല്ലം തരും. അപ്പൊ ഈ അടുത്ത കൊല്ലം വന്നാൽ അത് അടുത്ത കൊല്ലത്തിലെ ഇൻകത്തിലോട്ട് പോകില്ല. അപ്പൊ അങ്ങനെ പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താണോ ഇത്, ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. അപ്പൊ ഇത് കിട്ടിയ പോലെയാണ് കാണിക്കും. അപ്പൊ എങ്ങനെ എഴുതാ, ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ. അപ്പൊ അതിന്റെ എൻട്രി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ജനറൽ എൻട്രി എന്താ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, എന്താണെന്നറിയോ, ഒരു അസറ്റ് അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്. മനസ്സിലാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്കസ് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ടു സബ്സ്ക്രിപ്ഷൻ. അപ്പൊ 100 രൂപയാണെങ്കിൽ 100 രൂപ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ഇൻകമാണ്. ഇതെന്താണ്, ക്രെഡിറ്റഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നമ്മൾ എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻകം കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന്റെ ഇതെന്താ വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ കൂടും. ഓക്കെ, അതാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. ഇനി കഴിഞ്ഞ, അപ്പോൾ അങ്ങനെ ചിലപ്പോ ഇനി ഇതേപോലെ നമ്മൾ എൻട്രി ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തുണ്ടാവും 2024. അപ്പൊ ആ സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ എൻട്രി എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സബ്സ്ക്രൈബർ ഔട്ട്സ്റ്റാൻഡിങ്. ഈ സബ്സ്ക്രൈബ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇപ്രാവശ്യം തന്നത്. അത് കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, തന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം തന്നു. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ എന്താ, ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സബ്സ്ക്രൈബ് ഔട്ട്സ്റ്റാൻഡിങ് അതെന്താ ക്രെഡിറ്റ് ചെയ്യും. വൈ? കാരണം ഇതൊരു അസറ്റ് അക്കൗണ്ട് ആണ്, അസറ്റ് കുറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യും. കണ്ടോ, ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ എഫക്റ്റ് ആണ് പോയിട്ട്. ഇല്ലുസ്ട്രേഷൻ 3 ഒന്ന് നോക്കാം. ഫസ്റ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് 2023.
സബ്സ്ക്രൈബ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രൈബ് റിസീവിംഗ് 2020 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫസ്റ്റ് നോടാ സബ്സ്ക്രൈബ് റിസീവ്ഡ് ഡ്യൂറിങ് ഇയർ 2013 സബ്സ്ക്രിപ്ഷൻ കിട്ടി. എത്ര കിട്ടി? 15,000 കിട്ടി. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31 ഡിസംബർ 2000, അതായത് 2013 15,000 സബ്സ്ക്രിപ്ഷൻ കിട്ടി. ആ 2013 വർഷത്തിൽ തന്നെ 1,500 സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ഇയർ 2012 റിസീവ്ഡ് കിട്ടി. അതെന്നാ കിട്ടിയേ? 2012 സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 2013 കിട്ടി. അതാണ് ഈ 800. കറക്റ്റ് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്താ? 2013 15,000 കിട്ടി സബ്സ്ക്രിപ്ഷൻ. ഈ 2013 തന്നെ 1,500 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കിട്ടാനുണ്ട് 2013. ഓക്കെ, ഇതൊക്കെ നമ്മൾ ജനുവരി ടു ഡിസംബർ അങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2012 ഓൺ അക്കൗണ്ട് ഓഫ് ഇയർ റിസീവ്ഡ് ഇൻ ഇയർ 2012 കിട്ടി. എന്ത് സബ്സ്ക്രിപ്ഷൻ? ഏത് വർഷത്തില്? 2013. അതായത് 2012 അഡ്വാൻസ് ആയിട്ട് 2013 കുറെ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് പറയുന്നത്. അതെത്ര ഉണ്ട്? 800. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2013 കിട്ടി. എന്ത്? ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഫോർ ദ ഓഫ് ദി ഇയർ 2012 ഔട്ട്സ്റ്റാൻഡിംഗ് അതെപ്പോൾ തന്നു? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദ ഇയർ 2013 കിട്ടി. ഏത്? 2014. ശ്രദ്ധിക്കണം. ഇപ്പൊ 3 ഇയർ ഉണ്ട്. സെൻട്രൽ ആരുണ്ട്? 2013. ഇവിടെ ആരുണ്ട്? 2012 ഉണ്ട്. ഇവിടെ ആരുണ്ട്? അപ്പൊ എന്താണ്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ടു ബി ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇതായിരുന്നു നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ. ഈ ഇൻകത്തിന്റെ നമ്മൾ ലെസ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറന്റ് ഇയർ എന്ന ഇയർ, അതുപോലെ തന്നെ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്യും. സൊല്യൂഷൻ നോക്കിക്കോ. സബ്സ്ക്രിപ്ഷൻ ഈ വർഷം എത്ര കിട്ടും? 15,000. ഇതാണ് നമ്മൾ എവിടെ? 15,000. ആദ്യം നമ്മൾ അത് എഴുതേണ്ടത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇത് എവിടുന്ന കിട്ടുക? ഈ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഈ എമൗണ്ട് എവിടുന്ന കിട്ടുക? നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇനി ഓരോന്നും അതെന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ ഓരോന്ന് ആഡ് കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ്. എന്താ കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന്? ഈ വർഷം എന്ന് പറയുന്നത് 2013 ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം തരേണ്ടതായിരുന്നു, അവർ തന്നില്ല എന്തോ കാരണം കൊണ്ട്. ഇത് ഇനി എപ്പോ കിട്ടും? 2014. കുറെ ആൾക്കാർ അങ്ങനെ ആൾക്കാരൊന്നും. അതെത്ര? കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 ഡിസംബർ. അതല്ലാണ്ട് ഈ കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് അത് ആഡ് ചെയ്യണം. കാരണം അത് ഈ വർഷം കിട്ടേണ്ടതായിരുന്നു, അൺഫോർച്യൂനേറ്റ്ലി കിട്ടിയില്ല. അപ്പൊ അതുകൂടെ ഇതിൽ വരേണ്ട എമൗണ്ട് ആയിരുന്നു. അപ്പൊ അത് ആഡ് ചെയ്തു. ഇത് പ്ലസ്. ഇനി റിസീവ്ഡ് ഇൻ 2022 12 ഫോർ 2013. 2013 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയി കൊടുത്തോളുണ്ടാവില്ല, നേരത്തെ തന്നെ കൊടുത്തോളുണ്ടാവില്ലേ. അത് ആക്ച്വലി ഈ വർഷം കിട്ടേണ്ടായിരുന്നു, പക്ഷെ നേരത്തെ കിട്ടി. അപ്പൊ അതും ആഡ്. അതെത്രയാണ്? അത് നോക്കടാ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2012 കിട്ടി. ഓൺ ദ അക്കൗണ്ട് ഇയർ ഓഫ് 2013. അതും ആഡ് ചെയ്യുക. എത്ര? 800. അതും ആഡ് ചെയ്യും. ഇത് രണ്ടാണ് എപ്പോഴും ആഡ് ചെയ്യേണ്ടത്. ഇനി ലെസ് റിസീവ്ഡ് ഫോർ 2012 ഔട്ട്സ്റ്റാൻഡിങ് അന്ന് തരാത്ത ആൾക്കാർ 2013 തന്നിട്ടുണ്ട്. അത് കുറക്കണം. അതെത്രയാണ്? 400. അത് മൈനസ് ചെയ്യും. ഇനി 2013 2014 സബ്സ്ക്രിപ്ഷൻ തന്നവരുണ്ടോ? അത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാൻ കുറച്ച്. 1,500 പ്ലസ് 15,000 പ്ലസ് 1,500 പ്ലസ് 800 മൈനസ് 400 മൈനസ്. അപ്പൊ ഇത്ര വരുന്നൊരു നെറ്റ് എഫക്റ്റ് 16,300 വരും. അപ്പൊ ഈ 16,300 സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് എവിടെ കാണിക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ പീരിയോഡിക്കൽ കൺസെപ്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കാര്യങ്ങൾ
സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജർ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് എത്ര വന്നു? 15,000. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അത് കൂട്ടേണ്ടതാണ്. കൂട്ടേണ്ടതൊക്കെ ക്രെഡിറ്റ് ചെയ്ത്. ഇത് കൂട്ടാൻ പറഞ്ഞാൽ ഇൻകം കൂടുതലടാ, അപ്പോൾ അതൊക്കെ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ 2013 കിട്ടി. പിന്നെ ഉണ്ടോ കുറയ്ക്കാന്ന് പറഞ്ഞ എമൗണ്ട്സ് ഒക്കെ ഇവിടെ എന്തുണ്ടോ? ക്രെഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് എത്ര പോയി? 16,300. അപ്പൊ ഇതിൽ പ്ലസ് ഉള്ളതൊക്കെ ഇവിടെ ഡെബിറ്റ് സെയിലും അല്ല ക്രെഡിറ്റ് സെയിലും. ഇത് രണ്ടും ക്രെഡിറ്റ് സെയിലും, ഇത് രണ്ടും ഡെബിറ്റ് സെയിൽ. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ്. മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ റെന്റ് പെയ്ഡും സെയിം ഇത്. ഓക്കെ, ഒന്ന് ഇൻകം ആണ്. ഇൻകത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കുറെ റെന്റിന്റെ കാര്യങ്ങളൊക്കെ വരും. നോക്കാം, നമുക്ക് റെന്റ് കൂടെ നോക്കാം. കാരണം ഒരു ഇൻകം ഒരു എക്സ്പെൻസ് നോക്കാം. ഫസ്റ്റ് വൺ, റെന്റ് പെയ്ഡ് ഇസ് ആൻ ഐറ്റം ഓഫ് എക്സ്പെൻസ്. ഒരു ചെലവാണ്. അപ്പൊ ഇൻകം നിങ്ങളിപ്പോ സബ്സ്ക്രിപ്ഷന് പകരം ഇപ്പൊ വേറൊന്നും വന്നു കഴിഞ്ഞാൽ ആനുവൽ അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും വന്നു വിചാരിച്ചിട്ട് വേറെ ഏത് വന്നാലും സെയിം ഇൻകത്തിന്റെ ഏത് നിങ്ങൾക്ക് ഡൗട്ട് വന്നാലും ഏത് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണോ ചെയ്തു. കാരണം പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വേറെ സച്ച് ടൈപ്പ് ഓഫ് ഇൻകംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മെയിൻലി ഇങ്ങനെ മാസം മാസം വരുന്നത് സബ്സ്ക്രിപ്ഷൻ മാത്രമേ വേറെ ഇങ്ങനെ കൂടുതൽ വരാറില്ല. ഇനി റെന്റ് പെയ്ഡ്. ഇനി ഒരു റെന്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതായത് അതിലും ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ റെന്റ് പെയ്ഡ് പറഞ്ഞ എന്താ പറയുക, ഒരു എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇറ്റ് മേ ബി റിക്വയർ സം അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ റെന്റ്. ചിലപ്പോൾ ഇതിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരാൻ ചാൻസ്. ദ അഡ്ജസ്റ്റ്മെന്റ് റിക്വയർഡ് ടു മെയിൻ റെന്റ് പെയ്ഡ് ഡ്യൂറിംഗ് ഇയർ മേ ബി ആസ് ഫോർ. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ കറന്റ് ഇയർ, റെന്റ് പെയ്ഡ് കറന്റ് ഇയർ ആസ് അഡ്വാൻസ് നെക്സ്റ്റ് ഇയർ. നേരത്തെ പറഞ്ഞ കേസാണ്. ഫസ്റ്റ് വൺ എന്താ? റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ കറന്റ് ഇയർ. ഈ വർഷത്തെ റെന്റ് കൊടുക്കാത്തതുണ്ടോ? ഓക്കെ, നമ്മൾ ഈ വർഷം കൊടുക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ ലാസ്റ്റ് ഡിസംബറത്തെ റെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്നേരം കൊടുക്കുക? നമ്മൾ ചിലപ്പോൾ ജനുവരിയിലായിരിക്കും കൊടുക്കുക. സോ ശരിക്കും ആ എക്സ്പെൻസ് അപ്പോൾ എവിടെ വരേണ്ടതാ? ഈ വർഷം വരേണ്ടതാണ്. അൺഫോർച്യുനേറ്റ്ലി നമ്മൾ എന്നാ കൊടുത്തത്? ജനുവരിയാണ്. സോ അങ്ങനത്തെ കേസസ് വരാം. പിന്നെ എന്താ? റെന്റ് പെയ്ഡ് ഫോർ ദ കറന്റ് ഇയർ ആസ് അഡ്വാൻസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ വർഷത്തെ അടുത്ത വർഷത്തെ റെന്റ് കൂടി ഇപ്രാവശ്യം കൊടുക്കുന്നു. അതപ്പോൾ ഇപ്രാവശ്യത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതാൻ പറ്റില്ല. അതും പ്രശ്നമാണ്. പിന്നെ റെന്റ് പെയ്ഡ് ഫോർ ദ കറന്റ് ഇയർ ഓൺ ദ അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ പ്രീവിയസ് ഇയർ. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തില് ഔട്ട്സ്റ്റാൻഡിങ് കഴിഞ്ഞ വർഷം കിട്ടാൻ റെന്റ് ഈ വർഷം കൊടുത്തിട്ടുണ്ടാവും. അത് ഈ വർഷത്തെ റെന്റാണ്. അത് ഈ വർഷം റെന്റ് പെയ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഓൺ ദ അക്കൗണ്ട് ഓഫ് കറന്റ് ഇയർ. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷത്തിലെ 2013 2012 എന്ത് ചെയ്യുന്നുണ്ടാവും? പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റെന്റ് ഇന്ന് വരേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ വർഷം വന്നു. അപ്പൊ അതും ഇപ്രാവശ്യം വരണം. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുക നമ്മൾ ഏതിൽ വരികടാ? നമ്മുടെ റെന്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചറിൽ വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ജേണൽ എൻട്രീസ് ഓഫ് റിക്വയർമെന്റ് ആക്കോ താഴെ പറയുന്ന പോലെ ജേണൽ എൻട്രീസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഫസ്റ്റ് റെന്റ് അക്കൗണ്ട് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പർ റെന്റ് എപ്പോഴാ? ഇപ്പൊ ഈ വർഷത്തിൽ നമ്മൾ ഡിസംബറിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസംബറിലെ അടുത്ത വർഷം. പക്ഷെ നമ്മൾ ഫൈനാൻഷ്യൽ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റെന്റ് കൊണ്ടുവരണം. സോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും, റെന്റ് അക്കൗണ്ട് ടു റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. കാരണം റെന്റ് പറഞ്ഞ എക്സ്പെൻസ് സംഭവിച്ചു. കാരണം അത് നമ്മൾ അത്രയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റെന്റ് സംഭവിച്ചു. അപ്പൊ റെന്റ് കൂടി, എക്സ്പെൻസ് കൂടി. ഇത് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ട് റെന്റ് അക്കൗണ്ട് ക്യാഷ് എഴുതുകയാണ്. പക്ഷെ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലയബിലിറ്റി അക്കൗണ്ടാണ്. കണ്ടോ? എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ലയബിലിറ്റി അക്കൗണ്ടും. പക്ഷേ നമുക്ക് ഇൻകത്തിന്റെ കേസിലൊക്കെ വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ആയിരിക്കും. അതിന്റെ തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവും. എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടും ഇൻകം അസറ്റ് അല്ല. എക്സ്പെൻസിന്റെ കേസിലാണ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ലയബിലിറ്റി അക്കൗണ്ടാണ്. ഇനി ഇൻകത്തിന്റെ കേസിൽ നേരത്തെ സബ്സ്ക്രിപ്ഷനിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്താ? അസറ്റ് അക്കൗണ്ട്. കാരണം രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നും കൂടി കിട്ടാനാണ്, കൊടുക്കാനാണ്. അതാണ്. ഇനി റെന്റ് ടു ബി പെയ്ഡ് ഇൻ അഡ്വാൻസ്. അങ്ങനെ ചെയ്താലോ? അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്താലോ? നമ്മളിപ്പോ അടുത്ത വർഷം 2014 നമ്മളിപ്പോ കൊടുത്തു വിചാരിക്കുക. എങ്ങനെ വെച്ചാൽ റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്
അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അസറ്റാ. അഡ്വാൻസ് ആയിട്ട് കൊടുത്തൊക്കെ അത് ടു ബാങ്ക്. ബാങ്ക് അത്രയും കുറയും. ഇനി എമൗണ്ട് പെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പൊ കൊടുത്തു. അങ്ങനെ എന്താ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ടു ബാങ്ക്. കാരണം എന്താ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ലയബിലിറ്റി കഴിഞ്ഞ വർഷത്തെ കൊടുക്കേണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇപ്പോഴും കൊടുത്തു. ബാങ്ക് മാത്രം എമൗണ്ട് കുറയും ചെയ്യും. പിന്നെ റെന്റ് അക്കൗണ്ട് ടു റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി റെന്റ് പെയ്ഡ് അഡ്വാൻസ് ബീങ് ഡാൻസ്. ഇനി അടുത്ത വർഷത്തേക്ക് റെന്റ് അഡ്വാൻസും അതെങ്ങനെ വരിക? റെന്റ് അക്കൗണ്ട് ടു അങ്ങനെയാണ് ഇതിന്റെ എൻട്രീസ്. ഓക്കെ, എൻട്രീസ് ആയല്ലോ. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്. ഇനി എങ്ങനെയാണ് റെന്റ് പെയ്ഡ് കറന്റ് ഇയറിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്ത് പറയാം. ഫസ്റ്റ് നോക്കടാ. ഫസ്റ്റ് നമുക്കൊരു റെന്റ് പെയ്ഡ് ദ കറന്റ് ഇയർ ഉണ്ട്. ഇത് ഓക്കെ, ഒരു എമൗണ്ട് ഉണ്ടാവും. ഈ എമൗണ്ട് നമുക്ക് എവിടുന്ന് കിട്ടുക? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കിട്ടും. എത്രയാണ് ക്യാഷ് ആയിട്ട് കൊടുത്തത്. ഇനി അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ കറന്റ് വർഷത്തിലെ കറക്റ്റ് റെന്റ് എന്താന്ന് പറയുന്നത്. ഒന്നാമത് അത് ആഡ് ചെയ്യേണ്ട രണ്ട് ഐറ്റംസ് ഉണ്ട്. എന്താ ആഡ് ചെയ്യേണ്ടത് നോക്കിക്കോ. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയർ ഫോർ ദ കറന്റ്. കഴിഞ്ഞ വർഷം അതായത് 2012 2013 റെന്റ് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ്. അത് എത്ര വെച്ചാൽ അത് ആഡ് ചെയ്യും. ഓക്കെ, അത് ആഡ് ചെയ്യും. ഇനി റെന്റ് ഇൻ കറന്റ് ഇയർ യു ബട്ട് നോട്ട് പെയ്ഡ്. ഇനി ഈ വർഷത്തിലെ കറന്റ് ഇയറിലെ റെന്റ് ഇത് ഇതുവരെ കൊടുത്തില്ല. അത് എന്നാ കൊടുക്കുക? അതായത് ഔട്ട്സ്റ്റാൻഡിങ് അടുത്ത വർഷം നമ്മൾ കൊടുക്കുക 2014. അപ്പൊ ആ എമൗണ്ട് എവിടെ ആഡ് ചെയ്യണം? ഇതിൽ ആഡ് ചെയ്യണം. ഇനി ലെസ്. അപ്പൊ അത് രണ്ടെണ്ണം ആഡ് ചെയ്യേണ്ട രണ്ടായിട്ടം. ഈ രണ്ടെണ്ണം ലെസ് ചെയ്യാം. വാട്ട് ടു ബി ലെസ്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് പെയ്ഡ് ഫോർ പ്രീവിയസ് ഇയർ ഇൻ ദ കറന്റ് ഇയർ. കഴിഞ്ഞ വർഷത്തിലെ ഔട്ട്സ്റ്റാൻഡിങ് ആയത് ഇപ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തിലായിരുന്നു അത് ആക്ച്വലി 2012 റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യുന്നത്. ലെസ് അഡ്വാൻസ് റേറ്റ് ഫോർ ദ ഫണ്ട് ഇൻ ദ കറന്റ് ഇയർ. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് 2014 ചിലപ്പോൾ നമ്മൾ ഇപ്പോഴേ പൈസ കൊടുക്കും. അതെന്ത്? അപ്പൊ അതോടുകൂടി ആ റെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരും. ഇല്ലസ്ട്രേഷൻ 4 നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം. എന്താ ഇല്ലസ്ട്രേഷൻ 4? A club has painted off 20,000. Paid rent 20,000. 20,000 രൂപ റെന്റ് വേണ്ടി. ദ ഇയർ ഓഫ് 2013 ആകെ പേ ചെയ്തത് ക്യാഷ് ആയിട്ട് കൊടുത്തത് 20,000 രൂപയാണ്. റെന്റ് ഈസ് ടു ബി പെയ്ഡ് എമൗണ്ട് 2,000. 2,000 രൂപയും ഈ വർഷത്തിൽ കൊടുക്കാനുണ്ട്. 2013 കഥ പറയുന്നത്. എമൗണ്ട് 1,500 വാസ് പെയ്ഡ് 2012 ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇയർ 2013. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തില് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് 1,500, അതായത് 1,500 രൂപ എന്ന് പറയുന്നത് വാസ് പെയ്ഡ് ഇൻ 2012 കൊടുത്തതാണ്. അപ്പൊ 2013 യെസ്. ഏതിന് വേണ്ടിയിട്ട്? 2013. അപ്പൊ ആ ഏത് റെന്റാ? ഈ വർഷത്തെ റെന്റ്. കാൽക്കുലേറ്റ് എമൗണ്ട് ടേക്കൺ ടു എക്സ്പെൻസ്. അപ്പൊ എക്സ്പെൻസിന് വേണ്ടി നേരത്തെ ഇതാണ് ഓർത്താൽ മതി. ഇത് ഓരോന്നും എടുക്കും. ഫസ്റ്റ് പെയ്ഡ് 2020 എത്ര? 20,000. ഇനി അതിക്ക് ആഡ് ചെയ്യേണ്ട റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2013. അതായത് ഈ വർഷത്തിലെ കിട്ടാത്തത് എത്ര രൂപ ഉണ്ട്? 2,000 രൂപ. അതെന്തല്ലേ? റെന്റ് സ്റ്റിൽ ടു ബി പെയ്ഡ് 2013 ഇറങ്ങി കൊടുക്കേണ്ട 2,000. ആ 2,000 കൂടി ആഡ് ചെയ്യണം. ആഡ് റെന്റ് പെയ്ഡിന് അഡ്വാൻസ് 2012 2013 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ആഡ് ചെയ്യണം. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എത്ര രൂപയാണ് റെന്റ് ആയിട്ട് കാണിക്കേണ്ടത്? 23. ഇതാണ് അതിന്റെ ട്രിക്ക്. മനസ്സിലായോ? ഇനി ഡിപ്രീസിയേഷൻ തന്നെ. ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യുന്ന പോലെ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അതിന് ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്? നമ്മൾ അസറ്റ് കുറക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓരോ വർഷം ഓരോ പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജിന് ബേസ് ഇതാണ് ഡിപ്രീസിയേഷൻ്റെ ജസ്റ്റ് ഉണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ് അസറ്റ്. ഓക്കെ, പിന്നെ ഇൻകം ആൻഡ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? ഡിപ്രീസിയേഷൻ കൊണ്ടുവരേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡിപ്രീസിയേഷൻ അവിടെ കൊണ്ടുവരുന്നത്. അതിന് ഈക്വൽ ആയിട്ട് ഇവിടെ ആരാ?
ഇനി ഇല്ലസ്ട്രേഷൻ 5 ഒന്ന് നോക്കിയേ. The following is the receipts and payments of account of held aid society of India for year 31st December 2023 ഒരു എന്താ പറയാ NPOയുടെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, അതായത് എത്ര രൂപ കിട്ടി എത്ര രൂപ കൊടുത്തു എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളാണ് താഴെ നമ്മൾ ഇല്ലസ്ട്രേഷൻ 5. അതുപോലെ തന്നെ ഇതിൽ നോക്കണ റെസിപ്റ്റ്സിന്റെ സൈഡിൽ കുറെ ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് ക്യാഷ് ആയിട്ട് എത്ര ഉണ്ടായിരുന്നു, 8400 ഉണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷനിൽ 7800 കിട്ടി. എൻട്രൻസ് ഫീസ് ആയിട്ട് ഒരു 600 കിട്ടി. ഗവൺമെന്റ് ഗ്രാൻഡ് ഒരു 30,000 കിട്ടി. ഡൊണേഷൻ ഒരു 25,000 കിട്ടി. ഇൻട്രസ്റ്റ് ഒരു 2400 കിട്ടി. ഇനി എന്തൊക്കെ ചിലവാണ്? സാലറി 12,000 കൊടുത്തു, റെന്റ് 6,000 കൊടുത്തു, പർച്ചേസ് ഓഫ് വാൻസ് 28,000 കൊടുത്തു, എക്സ്പെൻസ് ഓഫ് മോട്ടോർ വാൻസ് എന്ത് ചെയ്തു അത് കൊടുത്തു, കുറെ കൊടുത്തു. അവസാനം പബ്ലിസിറ്റി എക്സ്പെൻസ് ഒക്കെ കൊടുത്തു. ബാലൻസ് ബ്രോഡ് ഓൺ എത്ര ഉണ്ടായിരുന്നു? ഒരു 3000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ബാങ്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താ പറയാ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കും. അഡീഷണൽ കുറച്ച് കാര്യങ്ങളൂടെ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 1500. ഈ വർഷത്തിൽ എത്ര രൂപ കിട്ടാണ്ട് 1500 തന്നിട്ടില്ല, ക്യാഷ് ആയിട്ട് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് അക്കൂഡ് പറഞ്ഞിട്ട് നോട്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഒരു ഈ വർഷത്തെ പലിശ ഒരു 600 രൂപ കിട്ടാണ്ട് കിട്ടുമായിരിക്കും. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1800, സാലറി ഫുള്ള് കൊടുത്തിട്ടില്ല, 1800 കൂടി കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ വാൻ 20%. മോട്ടോർ വാനിന് എത്ര ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു? പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ നോക്കിയിട്ട് എന്താണ് ചെയ്യുക? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് കൂടെ തന്നിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വന്നു. സോ ഫസ്റ്റ് നമുക്കറിയാം എക്സ്പെൻഡിച്ചറും ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഓരോരുത്തർ എഴുതുക, എക്സ്പെൻഡിച്ചർ എഴുതുക, അത്ര ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് എഴുതണം, അതായത് ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ അവിടെ ഫസ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എഴുതാം. ഫസ്റ്റ് നമുക്ക് എക്സ്പെൻഡിച്ചർ സാലറീസ്. സാലറി 12,000 റുപ്യ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് 1500 റുപ്യ 1200 റുപ്യ ഔട്ട്സ്റ്റാൻഡിങ്, അത് കൊടുത്തിട്ടില്ല. അത് ശരിക്കും ഈ വർഷത്തിൽ. അപ്പൊ അവിടുത്തെ ഇവിടെ 12,000 ഉണ്ട്, 12,000 പ്ലസ് ഇവിടെ ഒരു 1200 ഉണ്ട്. അപ്പൊ ശരിക്കും ടോട്ടൽ എത്ര? 14,200 ആണ് എന്തിന് വരിക? സാലറിയുടെ. അപ്പൊ അല്ല സോറി 13,200. സോ അതുണ്ട് അവിടെ സാലറി. ഓക്കെ ആണല്ലോ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അത് ഈ വർഷത്തിന്റെ സാലറി തന്നെ. ഇത് എപ്പോഴാ കൊടുക്കുള്ളൂ? ഈ വർഷം. അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ എക്സ്പെൻസ് എന്തായിരുന്നു? റെന്റ്. റെന്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്? റെന്റ് 6,000 കൊടുത്തിട്ടുണ്ട്. റെന്റ് ഇവിടെ ഒന്നുമില്ല. സോ റെന്റ് ഞാൻ എഴുതി 6,000 തന്നെ. പിന്നെ എക്സ്പെൻസ് ഫോർ മോട്ടോർ വാൻ. ഓക്കെ, പർച്ചേസ് ഓഫ് വാൻ അവിടെ നിൽക്കട്ടെ. കാരണം ഇതെന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് വാൻ അസറ്റ്, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എക്സ്പെൻസ് ഫോർ മോട്ടോർ വാൻ എത്ര? 6,400. സോ 6,400. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇത് എഴുതില്ല കേട്ടോ, നമ്മൾ അസറ്റ് പോലുള്ളത് പർച്ചേസ് ചെയ്ത് എഴുതില്ല. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ലോണ്ടറി ചാർജസ്, അതായത് ഫുൾ എഴുതണം. ലോണ്ടറി ചാർജ് എഴുതി. പിന്നെ അടുത്ത ഏതാ? ഡ്രഗ്സ് ആൻഡ് ഇൻസിഡൻസ് ചാർജ്, അത് ഫുൾ എഴുതണം, എക്സ്പെൻഡിച്ചർ. പിന്നെ പബ്ലിക് എക്സ്പെൻസ് അത് 4,000 എഴുതി. ഇനി ഡിപ്രീസിയേഷൻ കണ്ടടാ. ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞാൽ 20% എന്തിൻ്റെ? മോട്ടോർ വാൻ. മോട്ടോർ വാൻ നമ്മൾ എത്ര രൂപക്ക് എടുത്തത്? 28,000 റുപ്യക്ക്. അപ്പോൾ 28,000 റുപ്യയുടെ മുകളിൽ 20%. 28,000 ഇൻറ്റു 20% 20/100. 0 കട്ടായി. 250 ഇൻറ്റു 20. 250 ഇൻറ്റു 20 എത്ര വരുന്നത്? 5,600. 5,600 ഡിപ്രീസിയേഷൻ ആയിട്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? നമ്മളൊക്കെ പേയ്മെന്റ് സൈഡിൽ എല്ലാം എഴുതി, ഒന്ന് മാത്രം എഴുതിയില്ല. ഏത്? ഇത് മാത്രം.
പർച്ചേസ് ഓഫ് വാൻ. കാരണം വാൻ എന്ന് പറയുന്നത് വാൻ അറിയില്ല, കാർ ഒരു വെഹിക്കിൾ അല്ല. അപ്പോൾ അത് അസെറ്റ് ആണ്. അസെറ്റിന്റെ മുകളിൽ എക്സ്പെൻസ് അല്ല, ഡിപ്രീസിയേഷൻ ആണ് വരുന്നത്. ഓക്കെ, ആ അസെറ്റിന്റെ പൈസ എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അസെറ്റിന് കൊടുത്ത പൈസ ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അസെറ്റിന് വന്ന ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം സൈഡ് ബാലൻസ് പ്രോഡം അസെറ്റ് അല്ലേ, അസെറ്റ് എഴുതേണ്ട ആവശ്യമുണ്ട്. ബാലൻസ് പ്രോഡം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ എത്ര 7800. പക്ഷെ അതല്ല, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തിൽ എത്ര കൂടി കിട്ടാണ്ടായിട്ടാണ്. അപ്പോൾ അത് രണ്ടും പാടെ കൂട്ടിയിട്ടാണ് എവിടെ എഴുതേണ്ടത്. 7500 പ്ലസ് 1500, അതാണ് അപ്പോൾ ഇവിടെ എഴുതുന്നത്. 7500 രണ്ട് എഴുതി 9100. ഓക്കെ ആണോ? ഇനി അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എൻട്രൻസ് ഫീസ് 600 ഉണ്ട്. എൻട്രൻസ് ഫീസ് 600 വരുന്നുണ്ട്. സോ നമ്മുടെ ഗവൺമെന്റ് ഗ്രാൻഡ് 30,000 കിട്ടി. സോ ഈ ഗവൺമെന്റ് ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതും എഴുതി 30,000. ഗവൺമെന്റ് ഗ്രാൻഡ് ഇൻകമാണ്. പിന്നെ ഡൊണേഷൻ കിട്ടി, 25,000 ഡൊണേഷൻ കിട്ടി. അതുകൊണ്ടാണ് നമ്മുടെ ഇൻകമാണ്. ഓക്കെ, ഇവിടെ ഡൊണേഷൻ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വേണമെങ്കിൽ ഡൊണേഷൻ എഴുതാമായിരുന്നു. വൈ ഡൊണേഷൻ എഴുതാത്ത വെച്ചാൽ ഡൊണേഷൻ ഇത് ഫോർ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ബിൽഡിംഗ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നമ്മളൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് ക്യാപിറ്റൽ? അതായത് അസറ്റ് മേടിക്കാനുള്ള സാധനം. മനസ്സിലായി? നമ്മളുടെ റവന്യൂ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, നമ്മൾ അത് എഴുതാത്തത്, അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് കാണിക്കുക. അപ്പൊ നോക്കടാ, എന്താ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ. അപ്പൊ ഈ ഡൊണേഷൻ നമ്മൾ ക്യാപിറ്റൽ, നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ. അപ്പൊ ഈ ബിൽഡിങ്ങിലായതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റ് ആയിട്ടില്ലാണ് കാണിക്കുക ഡൊണേഷൻ. ഇതിവിടെ റവന്യൂ ആയിട്ട് കാണിക്കില്ല കേട്ടോ. ഡൊണേഷൻസിന്റെ കേസിൽ അങ്ങനെയാണ്, ജസ്റ്റ് നോട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് കിട്ടി അല്ലേ? ഇൻട്രസ്റ്റ് എവിടെ? അപ്പോൾ അത് കഴിഞ്ഞു, ഡൊണേഷൻ കഴിഞ്ഞു. പിന്നെ ഗവൺമെന്റ് ഗ്രാൻഡ് എഴുതി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2400 കിട്ടി. ഓക്കെ, അതിൽ നോക്കടാ, 600 രൂപ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടാനുണ്ട്. 2400 കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഒരു 600 കൂടി കിട്ടാണ്ട്. അങ്ങനെ 2400-ഉം 600-ഉം ടോട്ടലും 3000. ഓക്കെ, അപ്പം 3000 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻകായിട്ട് വരിക. പിന്നെ ഡെഫിസിറ്റ് ആണോ അതെങ്ങനെ നോക്കുക? നമ്മൾ എല്ലാ സൈഡും ആഡ് ചെയ്യുന്നു. ഇവിടെ ആക്ച്വലി ഡെഫിസിറ്റ് ആണ്. ഇവിടെ നമ്മുടെ എല്ലാ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യാം. എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 50,000 വന്നു. എത്ര വന്നു? 50,000. ഇനി എല്ലാ ഇൻകംസും ആഡ് ചെയ്യാം, സബ്സ്ക്രിപ്ഷനും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുള്ളൂ അറിയോ? ആഡ് ചെയ്ത് നോക്കാം, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എത്രയും 30,000 പ്ലസ് 600 പ്ലസ് 9,300 പ്ലസ് 3000, ഇത്ര 42,900 മാത്രമേ ഉള്ളൂ. 42,900. പക്ഷെ മറ്റൊരു എത്ര വന്നു? 50,000 ചെലവും 42,900 വരവും. ലാഭമാണോ നഷ്ടമാണ്? 7,200 ലാഭം, നഷ്ടം. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ ബാലൻസ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഇവിടെ ലോസ് എന്ന് പറയാം, ഡെഫിസിറ്റ്. ഇനി അടുത്ത ജസ്റ്റ് ഒരു ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻസ്. എന്താണ് അതിൻ്റെ ഡിഫറൻസ്? ഫസ്റ്റ് വൺ, നേച്ചർ. ഇറ്റ് ഈസ് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു ക്യാഷ് ബുക്കിൽ ഇരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറോ? റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, വരുമാനവും ചെലവും കാണാത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പിന്നെ സൈഡ് എന്താ? ഡെബിറ്റ് സൈഡൊക്കെ കൊണ്ട് റെസിപ്റ്റ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ് വന്നത് എഴുതും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റ് എഴുതും. ഇവിടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? എക്സ്പെൻസ് എഴുതും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ഇൻകം എഴുതും. പിന്നെ ഓപ്പണിംഗ് ബാലൻസോ? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ? ക്യാഷ് ബുക്കില്ല, ക്യാഷ് ബുക്കിനോട് ഈക്വലുള്ള റെസിപ്റ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, അങ്ങനെ ഒരു ബാലൻസ് എവിടെ ഇല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലില്ല. പിന്നെ ക്ലോസിംഗ് ബാലൻസോ? ക്ലോസിംഗ് ബാലൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, മറ്റോടത്ത് ക്ലോസിംഗ് ബാലൻസ് ഇല്ല. അവിടെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് അവിടുത്തെ ക്ലോസിംഗ്. മനസ്സിലാവുന്നുണ്ട്?
പിന്നെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. ക്യാപിറ്റൽ ഐറ്റംസ് പറഞ്ഞാൽ എന്താ ക്യാപിറ്റൽ ഐറ്റംസ് പറഞ്ഞാൽ അസറ്റ് പോലെയുള്ള പർച്ചേസിനെ ക്യാപിറ്റൽ ഐറ്റം എന്ന് പറയുന്നത്. റവന്യൂ ഐറ്റം എന്ന് പറഞ്ഞാലോ എക്സ്പെൻസീവ് ഇൻകം ആണ് റവന്യൂ ഐറ്റം. അതുപോലെ ഇൻ റെസിപ്റ്റ്സ് ഓഫ് പേയ്മെന്റ് ബോത്ത് ദ ക്യാപിറ്റൽ എല്ലോ ക്യാപിറ്റൽ എല്ലാം എഴുതും. ക്യാപിറ്റൽ ഐറ്റം ആണെന്നുണ്ടെങ്കിലും റവന്യൂ ഐറ്റം ആണെങ്കിൽ എവിടെ എഴുതും അല്ലെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറോ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺലി റവന്യൂ നേച്ചർ ക്യാപിറ്റൽ നേച്ചർ റെക്കോർഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഡൊണേഷൻ റെക്കോർഡ് ചെയ്യാതിരുന്നത്. കാരണം ഡൊണേഷൻ സാധാരണ ഒരു സ്പെസിഫിക് പർപ്പസിലാണ് തരാറുള്ളത്. അപ്പോൾ ആ ഡൊണേഷൻ ക്യാപിറ്റൽ ഇൻ നേച്ചർ ആണ്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഇവിടെ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുണ്ടെന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് നോട്ട് കൺസിഡേർഡ് വെൽ പ്രിപ്പയറിംഗ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് അതിലില്ല. ഈസ് നെസസറി കൺസിഡർ അഡ്ജസ്റ്റ്മെന്റ് വെൽ പ്രിപ്പയറിംഗ്. അഡ്ജസ്റ്റ്മെന്റ് വേണം. ഫ്രണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, സബ്സ്ക്രിപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, പ്രീവിയസ് കറണ്ടില്, അതായത് കറക്റ്റ് ഇൻകവും കറക്റ്റ് എക്സ്പെൻസും കിട്ടാൻ വേണ്ടി. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ക്ലോസിംഗ് ബാലൻസോ ഇത് ഏതിലോട്ട് ക്ലോസിംഗ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യും? ഫോർ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് ട്രാൻസ്ഫർ ചെയ്യും. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. ഇതുണ്ടോ ഇവിടെ ലോസ് വന്നാൽ നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ടാവും. ആ ക്യാപിറ്റൽ ഫണ്ടിലോട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അപ്പം അങ്ങനെ അടുത്ത ടോപ്പിക്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെ പഠിച്ചു, അതിന്റെ പ്രോബ്ലംസ് ചെയ്തു. രണ്ടാമത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങൾ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓൾസോ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ത് പ്രിപ്പയർ ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും at the end of the each financial or financial outcome. The balance sheet prepared organization is not different from which is മറ്റുള്ളതിനും entirely different എന്നാണ്. ഓക്കെ, it shows two sides, asset and liabilities. ഇവിടെയും അസറ്റും ലയബിലിറ്റീസും മറ്റുള്ളതിനേക്കാളും മറ്റുള്ളത് എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അസറ്റും ലയബിലിറ്റീസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. ഇവിടെ 3 കാര്യങ്ങളുണ്ടാവും: അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. നമ്മൾ സാധാ ചെയ്യുന്നത്. The objective of preparing balance sheet NPO ഒരു NPO ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ടു ഈസ് ഹൗ ഷോ ദ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫൈനാൻഷ്യൽ എത്രത്തോളം സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് സോൾവൻസി ഓഫ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ. എത്രത്തോളം കമ്പനി സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. The format of balance sheet as given below. ബാലൻസ് ഷീറ്റ് ആസ് 31st ഫസ്റ്റ് ആരതാണ്? ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ABC ക്ലബ് ബാലൻസ് ഷീറ്റ് ഓഫ് ABC ക്ലബ് ഇത്രേ ഉള്ളൂ. ആരുടെ ബാലൻസ് ഷീറ്റ് അത്. അതുപോലെ തന്നെ ആസ് 31st മാർച്ച് ഇപ്പോൾ 31st ഡിസംബർ ഏതാ ഡേറ്റ്? ഇപ്പോൾ 2025 2000 ഡേറ്റ് വരും. ഓക്കെ, ഇനി അതിൻ്റെ ഫോർമാറ്റ് പറയുന്നത് സാധാരണ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമാറ്റ് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ അസറ്റും എമൗണ്ടും, ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റി എമൗണ്ട്. അസറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അസറ്റ് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റും, എക്സ്പെൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി. സ്പോർട്സ് മെറ്റീരിയൽ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ അത്, ബുക്സ്, ഫർണിച്ചർ, ബിൽഡിംഗ് ചെറുതൊക്കെ അതുണ്ടാവും അസറ്റ്. ഇനി ലയബിലിറ്റിയുടെ സൈഡിൽ നോക്കുക. രണ്ട് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റി ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുള്ളത് ലയബിലിറ്റി ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് നേരത്തെ കിട്ടുന്നത് അത് നമ്മുടെ ലയബിലിറ്റി ആണ്, കാരണം അത് അടുത്ത വർഷത്തേക്കുള്ളത്. ബിൽഡിംഗ് ഫണ്ട് എന്തെങ്കിലും ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത്, അതായത് ഒരു ലോണ് പോലെയാണ് ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അസറ്റിലോട്ട് പോകും. ആ ബിൽഡിംഗ് ഫണ്ട് കുറയും ചെയ്യും. പിന്നെ ക്യാപിറ്റൽ ഫണ്ട് പറയുന്നത് ഇതിൻ്റെ തുടക്കക്കാരൻ എന്തെങ്കിലും തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഫണ്ട് ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ പുറത്താണ്, പക്ഷെ അതിന് എന്ത് കിട്ടില്ല, പ്രോഫിറ്റ് കിട്ടില്ല. പിന്നെ ആഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീയും സർപ്ലസ് ഓർ ലെസ് ഡെഫിസിറ്റ്. ഈ ക്യാപിറ്റൽ ഫണ്ടിലൂടെ എന്ത് ചെയ്യണം? സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് അത് കുറക്കേണ്ടി വരും. ഇതാണ് എന്ത് ഫോർമാറ്റ് ഓഫ്
ബാലൻസ് ഷീറ്റ് ഓഫ് എൻ പി ഒരു ബാലൻസ് ഷീറ്റിന്റെ രൂപമാണ്. സോ അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ ആണല്ലോ. ഇനി കുറേ പോയിന്റ്സ് അതൊക്കെ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊരു പ്രോബ്ലംസിലൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 6 നോക്കി. ഇല്ലുസ്ട്രേഷൻ 6 നോക്കിയ ഇൻഫർമേഷൻ 31 ഡിസംബർ 2013. ആൾ ഗ്രീൻ എവർഗ്രീൻ NGO ആണ്. പ്രിസർവേഷൻ ഓഫ് ദ ഫോർകാസ്റ്റ് വ്യൂ നമ്പർ. താഴെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബുക്സ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ഇതെന്താ? അസറ്റ്. അസറ്റുകൾ എഴുതി, അസറ്റ് സൈഡിൽ അസറ്റ് എഴുതി. അപ്പൊ ഇപ്പൊ തന്നെ ടിക്ക് ചെയ്തു. ക്യാഷ് അറ്റ് ബാങ്ക് അതും അസറ്റാണ്, അസറ്റ് എഴുതി. ബുക്സ് എന്ന് പറയുന്നതും അസറ്റാണ്, അത് അസറ്റ് എന്ന് എഴുതി 78,000. പിന്നെ അപ്പോൾ ബുക്സ് കഴിഞ്ഞു. പിന്നെ ഫർണിച്ചർ 16,000 ഉണ്ട്. ഫർണിച്ചർ എഴുതി ഉണ്ടോ? ഫർണിച്ചർ എഴുതിയിട്ടുണ്ട് മുമ്പ്. പിന്നെ കമ്പ്യൂട്ടർ എത്ര? 24,000 കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ എഴുതി. ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്ര? 2,600. 2,600 ഇങ്ങോട്ട് മാറ്റി എഴുതാൻ കാരണം എന്താ? ജസ്റ്റ് ലിക്വിഡിറ്റി ബേസിസിൽ അതിൽ പ്രിപ്പയർ ചെയ്തു, അതുകൊണ്ട് മാത്രം അങ്ങോട്ട് മാറ്റി എഴുതിയാണ്. പിന്നെ 1,00,000 FD ഉണ്ട്. FD. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2014 എത്ര കിട്ടി? 3,800 കിട്ടി. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 4,000. അപ്പോൾ നോക്കണേ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2014. ഇത് 2013 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 2014 കുറച്ച് സബ്സ്ക്രിപ്ഷന് കിട്ടി, അത് അഡ്വാൻസ് കിട്ടിയതാണ്. അത് നമ്മുടെ ലയബിലിറ്റി ആണ്. കാരണം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് അടുത്ത വർഷമായാലും നമുക്ക് ഉപയോഗിക്കാം. 3,600 എഴുതി. പിന്നെ 4,000 റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി. പിന്നെ പബ്ലിസിറ്റി ഫണ്ട് ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ പബ്ലിസിറ്റി ഫണ്ടും ബിൽഡിംഗ് ഫണ്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതില്ല, എന്താണ്? ലയബിലിറ്റീസ് ആണ് കേട്ടോ. കാരണം അണ്ടിൽ അത് പ്രിപ്പയർ ചെയ്യുന്നവരെ ലയബിലിറ്റി ആണ്. അഡ്വാൻസ് കിട്ടിയ പോലെ അഡ്വാൻസ് ഇട്ടില്ല നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ലയബിലിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പബ്ലിസിറ്റി ഫണ്ട്, ബിൽഡിംഗ് ഫണ്ടും ഇവിടെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അഡ്വാൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ ജനറൽ ഫണ്ട്, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഇവിടെ ഉണ്ടോ? ശരിക്കും ഇത് ടാലി ആവണ്ടോ? നമ്മൾ ഇവിടുത്തെ എല്ലാ എമൗണ്ടും വേണം ഇവിടെ എത്താൻ. ഇവിടെ ഈ എമൗണ്ട് ശരിക്കും അവിടെ തന്നിട്ടില്ല. കണ്ടോ, ഇവിടെ ബാലെന്നുണ്ട് ബ്രാക്കറ്റിൽ എഴുതി. ബാലൻസ് ഫണ്ട് നമ്മൾ ജനറൽ ക്യാപിറ്റൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അത്ര ഡെപ്തിലൊന്നും അത്ര ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടില്ല. NPOയുടെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ഇതിൽ ഒരുപാട് വേരിയേഷൻസും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഇനിയുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ ഒരു ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുള്ളതാണ്. ഞാനൊന്നുകൂടെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? നോട്ട് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാതെ ഇവിടെ സർവീസോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലബുകളും സ്കൂളുകളും ലൈബ്രറിയിലും ഇവർക്കും അക്കൗണ്ടന്റ് ആർക്കും ഇവർക്കൊക്കെ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഗോത്തായിട്ട് യൂസ് ചെയ്യുന്നത് അവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വരും. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡ് ഒരു കച്ചവടം ചെയ്യുന്നില്ല, ട്രേഡിങ്ങും ഇല്ല, പക്ഷെ ബാലൻസ് ഷീറ്റ് വരും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിന് പകരം നമ്മൾ ക്യാഷ് എന്താ പറയുക ക്യാഷിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്നൊരു അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ 3 അക്കൗണ്ടുകളാണ് എന്ത് ചെയ്യുന്നത് ചെയ്യും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെന്റ്സും ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് അതായത് ക്യാപിറ്റൽ ലേച്ചറിൽ പീരിയോഡിക് കൺസെപ്റ്റ്, അതായത് ഈ വർഷത്തിലെ എക്സ്പെൻസ് മാത്രം ഈ വർഷത്തിൽ ഈ വർഷത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലൊക്കെ കഴിഞ്ഞ വർഷത്തിലത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, വരാനുള്ള അഡ്വാൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ബാലൻസ് ഷീറ്റിലോട്ട് വന്നാലും നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് കാര്യങ്ങൾ ഇതാണ് NPOയെ കുറിച്ച്.
സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നമ്മളുണ്ട് അക്കോർഡിംഗ് ഫ്രം ഇൻകംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക്